തെറിച്ച ശൂലങ്ങളിൽ യാത്ര തുടങ്ങി പിടയ്ക്കുന്ന കുട്ടികൾ. വിദ്യാലയം ഒരു പട്ടവൃക്ഷം, കൊമ്പിൽ കൊരുത്തുറങ്ങുന്നു വവ്വാലുകൾ. മേശമേൽ കൊട്ടിയടയ്ക്കുന്നു സർവവും, മൂവന്തി നീളം വരെ ക്ലാസ് മോർച്ചറി. വാക്കിൽ വിലങ്ങിട്ടിരിക്കും ജഡങ്ങളെ, ഓരിയിട്ടേറെ തണുപ്പിച്ചു മാന്ത്രികൻ. അധ്യാപകൻ സുച്ചിലോടുന്ന വാഹനം. അഭിവാദ്യങ്ങൾ 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 മായ ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ മായ ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. കുട്ടികളുണ്ടോ? 30 കുട്ടികളായാൽ ഒരു ഡിവിഷൻ, 31 ആയാൽ 2 ഡിവിഷൻ. ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ കൊണ്ടോ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാലോണോ ഇപ്പോ നമ്മുടെ ഡിവിഷൻ കുറഞ്ഞു വരുന്നത്? അവർ പഠിപ്പിക്കാത്തവരാണോ? അല്ല. പകരം എന്താണ്? ഡിവിഷൻ കുറയുന്നു. അപ്പോൾ 30, 31 ആയാൽ 2 ഡിവിഷൻ, 61 ആയാൽ 3 ഡിവിഷൻ അല്ലേ? നമ്മൾ പറയുന്നത്, ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്, ഒരിടത്തും നിയമനം നടക്കുന്നില്ല. ബാക്കി 9 ജില്ലയുണ്ടല്ലോ, ഒരു നിയമനവും നടക്കാത്ത 9 ജില്ലകൾ. ഒന്ന് ഉറക്കെ പറയൂ ആ ജില്ലകളുടെ പേര്. ഒരു നിയമനവും നടക്കാത്ത ജില്ല ഒന്ന് ഉറക്കെ പറയൂ. 2, 3, 4, 5, 6. കണ്ണൂര്. ഇത് ഇവിടെ ഒന്നും നിയമനം നടക്കുന്നില്ല. പക്ഷെ മന്ത്രി പറയുന്നു ഞങ്ങൾ നടത്തി. എങ്ങനെ നടത്തും? ഒരു HM റോഡിലൂടെ നടന്നു പോകുന്നു, ടീച്ചർ അങ്ങോട്ട് പോകുന്നു, സാർ ഞാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്നു. ഒരു കാര്യം നമ്മൾ അറിയണ്ടേ, ഒരു ഹെഡ് മിസ്റ്റേഴ്സ് ജോലി ചെയ്യേണ്ടത് പഞ്ചായത്ത് ഓഫീസിലാണോ? ഹെഡ് മിസ്റ്റേഴ്സ് ജോലി ചെയ്യേണ്ടത് പഞ്ചായത്ത് ഓഫീസിലാണോ അതോ സ്കൂളിലാണോ? ഈ 2021 11,000 പേര്, ഇപ്പൊ 6,147 6,147 പേരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആകെ നിയമിച്ചത് എത്രയാണ്? 109 പേരെ. 109 പേരെയാണ് ആകെ നിയമിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഒരു വലിയ അട്ടിമറിയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇത് എത്ര കാലം നീണ്ടുപോകും? ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാറാവുമ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും? പുതിയ തലമുറയാണ്. അവരെല്ലാം TTCയും കേറ്ററ്റ് 1 പാസ്സായവരാണ്. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ ഈ ഗവൺമെന്റിന് അധികാരമുണ്ട്. അതുകൊണ്ട് മന്ത്രി വാക്ക് കൊടുത്തിട്ടുണ്ട്, ശ്രീ ഉമേഷ് വാക്ക് കൊടുത്തിട്ടുണ്ട്, സ്നേഹൽകുമാർ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകൾക്ക് ഞങ്ങൾക്കൊരു പ്രതിവാക്കുണ്ട്. അതെന്താണ്? നിങ്ങൾ ഒരു HM ഒഴിഞ്ഞു പോയാൽ പകരം HMനെ വയ്ക്കുന്നുണ്ടോ? അധ്യാപിക പെൻഷനായി പോയാൽ ആ പെൻഷനാകുന്ന തസ്തികയിൽ പ്രിയപ്പെട്ട മന്ത്രി, പ്രിയപ്പെട്ട സ്നേഹൽകുമാർ, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ആളെ എടുക്കാൻ തയ്യാറാകണം. ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളെ എടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇതെന്താ? എവിടുന്ന എടുക്കുന്നത്? ഇത് എവിടുന്നാണ് കൊണ്ടുവരുന്നത്? ഒരു HM താൽക്കാലിക ജീവനക്കാരിയായി ഒരാളെ വയ്ക്കുന്നു, അത് യോഗ്യതയില്ല. ഹെഡ് മിസ്റ്റേഴ്സിന് ജോലിഭാരമാണ്. ഹെഡ് മിസ്റ്റേഴ്സ് അധ്യാപകരുടെയും സ്കൂളിന്റെയും കാര്യം നോക്കുന്നു. അതിനോടൊപ്പം അവർക്ക് ക്ലാസ് ചാർജുമുണ്ട്. ഈ ക്ലാസ് ചാർജിനപ്പുറം അവർക്ക് ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ്. എവിടുത്തെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ? പഞ്ചായത്തിലെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ്. പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഈ HM ആണ്. അപ്പൊ HMന്റെ ജോലി എന്താ? 1 സ്കൂൾ ഭരിക്കണം, 2 അധ്യാപകർക്ക് ടൈം ടേബിൾ കൊടുക്കണം, അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകണം, അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം, ഇനി ക്ലാസ് ടീച്ചറുടെ ജോലി ചെയ്യണം. പൊതുവെ പറഞ്ഞാൽ മുതുകൊടിഞ്ഞ് ജീവിതം തന്നെ വഴിമുട്ടിയ നിലയിലാകെ പോകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരായ നമ്മുടെ ഹെഡ് മിസ്റ്റേഴ്സുമാരെ നമ്മൾ മുന്നിൽ കാണുകയാണ്. മാത്രമല്ല, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് പഴയ ലിസ്റ്റ് കിടന്ന സമയത്ത് ഷീബ എന്നൊരു അധ്യാപിക, അവരിപ്പോ ജോലി കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അവർ സ്ട്രോങ് ആയ ഒരു കാര്യം പറഞ്ഞു. അവർ പറഞ്ഞെന്താ? അവർ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ തന്നെ 1500 ഉണ്ട് അല്ലേ? 1500 പേര് ലിസ്റ്റ് കിടപ്പുണ്ട്. അവർ പറഞ്ഞ ഒരു കാര്യം, എറണാകുളം ജില്ലയിൽ 60-ലധികം ഹെഡ് മിസ്റ്റേഴ്സുമാർ പെൻഷനായി, 40-ലധികം അധ്യാപകർ പെൻഷനായി. എന്നാൽ ഈ പെൻഷനായ സ്ഥലങ്ങളെല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതിനൊരു ബദലാണ് ആവശ്യം. ആ ബദലിന് വേണ്ടി പാടുപെടുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന അധ്യാപകർ. അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങളെ ഈ റോഡിലിട്ട് ഉരുട്ടാതെ, ഞങ്ങളെ ഈ വെയിലത്ത് തണയ്ക്കാതെ, ഞങ്ങളെ ഈ കാലവർഷം മഴ കൊള്ളിക്കാതെ നിങ്ങൾ പരമാവധി നേരത്തെ ഞങ്ങളെ വിളിച്ച് ഈ സമരം നാരങ്ങ നീരിനെ ഫ്രീസറിൽ വെക്കാതെ, ആ നാരങ്ങ നീരിനെ
ആ സർഗാത്മകതയോടെ കുടിച്ച് ഈ ഉപവാസം, ഈ സമരം, ഈ നിരാഹാരം അവസാനിപ്പിക്കാൻ ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ തയ്യാറാകണം എന്ന് ഈ സമരത്തിന് സാക്ഷിയായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ സ്വിച്ചിലോടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാം ഇപ്പോൾ സൗഹൃദത്തിന്റെ പൂക്കുടയാകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സൗഹൃദത്തിന്റെ പൂക്കുടയാകാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ.